ഹായ് ഹലോ നമസ്കാരം. മോദവില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണ്. വലിയ ഭംഗിയൊന്നും കാണത്തില്ല, കണ്ടു നോക്കുക. ഞങ്ങൾ ബാസിൽഡൺ, ഹീത്രൂ, ഗാറ്റ്വാക്ക് ഇങ്ങനെ 3 സ്ഥലങ്ങളിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. 4 ദിവസത്തെ ഒരു പ്ലാനിങ് ആണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സൗത്ത് പോർട്ടിൽ നിന്ന്. ഇതിപ്പോൾ പോകുന്ന വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പോകുന്ന വഴിയിലെല്ലാം മനോഹരമായ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് നമ്മൾ ബാസിൽഡണിലോട്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് 5.25 മണിക്കൂറാണ് നമുക്ക് ബാസിൽഡണിലോട്ട് കാണിക്കുന്നത്. പക്ഷേ ആ സമയം കൊണ്ട് എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരു 4-5 മണി ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇരുട്ടും, പിന്നെ ഹെവി ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു സമയമാകുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഇപ്പം മരങ്ങളെല്ലാം ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. ഇപ്പം മഞ്ഞ് തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഇലകളെല്ലാം പൊഴിയുന്ന സമയമാണ്. അപ്പോൾ ഈ ഇലകളെല്ലാം മഞ്ഞ കളറിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണെന്നറിയാം കാണാൻ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ മോട്ടോർ വേയിലോട്ട് കയറാൻ പോവുകയാണ്. മോട്ടോർ വേയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ചെറിയ സ്പീഡൊന്നും പോരാ. നല്ല 70 മൈൽ സ്പീഡ് 70-60 ആ മൈൽ സ്പീഡിൽ വേണം പോകാൻ. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഭയങ്കര ട്രാഫിക് വന്നായിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ വണ്ടി ആക്സിഡൻ്റ് ആയത് കണ്ടത്. പിന്നെ ദീർഘദൂര യാത്ര ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് സർവീസിൽ കയറി നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ആദ്യമേ നമ്മളൊരു സർവീസിൽ കയറി. അതൊരു ചെറിയൊരു സർവീസായിരുന്നു, കുഴപ്പമില്ല. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സാധിക്കാൻ നമുക്കത് മതി. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ഇതാണ് സ്റ്റാർബക്സും ചെറിയ മാതി ഫാർം മാർക്കറ്റും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു കഫേ കൂടിയായിരുന്നു ഇത്. ഭയങ്കര മനോഹരമായിട്ടാണ് അവരതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ അവിടുന്ന് പതുക്കെ ഇറങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങാൻ പോവുകയാണ്. തണുപ്പുണ്ട്, പുറത്തോട്ടിറങ്ങിയാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി വന്ന് വണ്ടിയിൽ കയറുകയാണ്. മോട്ടോർ വേയിലോട്ട് കയറി. അങ്ങനെ സൂര്യനിങ്ങനെ പതുക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ആ റോഡിലൂടെ കാണാൻ പറ്റുന്നത്. ഇതൊരു വലിയൊരു മണലൂർ പോലെ ഒരു സംഭവമാണ്. എനിക്ക് എന്തോന്ന് മനസ്സിലായില്ല. ഒത്തിരി മണൽ ഇങ്ങനെ കിടപ്പുണ്ടാകും. ഇങ്ങനെ വണ്ടി വന്നിങ്ങനെ മണലെടുത്തോണ്ട് പോകുന്നു. അതുകൊണ്ടൊന്ന് വീഡിയോ പിടിച്ച് വെച്ചതാണ്, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഹീത്രൂ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണിത്. നമ്മളിപ്പം ഹീത്രൂ എയർപോർട്ടിൻ്റെ അടുത്തൂടെ പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകുന്ന ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്തത്. ഹീത്രൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു എയർപോർട്ടാണ്. അപ്പം ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വന്നു. അതിൻ്റെ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ടണലുണ്ടായിരുന്നു. ആ ടണലിനകത്തോടെ കയറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.